ഹലോ എവരിവൺ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഇത് ശരിയാണോ? ആണോ? ഞാൻ ഈ കാർ എടുക്കുകയാണെങ്കിൽ ഈ കാർ റോഡിലൂടെ പോകുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. പിന്നെ ഞാൻ ഈ കാർ സർവീസിന് കൊടുക്കുന്ന സമയത്ത് അത് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ മുകളിൽ കയറ്റും. അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതും ഈക്വൽ ആണോ? മാത്തമാറ്റിക്കലി അത് ഈക്വൽ ആവാം, പക്ഷേ അത് ഡയമെൻഷനലി ഈക്വൽ ആണോ? നമുക്ക് നോക്കിയാലോ? യെസ്, നമ്മൾ ഇതുവരെ ക്ലാസ്സിലേക്ക് കിടന്നിട്ടില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് രണ്ട് വശത്തും ഡയമെൻഷൻസ് ഒന്ന് എടുത്ത് നോക്കിയാലോ? തീർച്ചയായും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡയമെൻഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ 0 ആയിരിക്കും. ഇനി മാസിന്റെ ഡയമെൻഷൻ എം, പിന്നെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻⁻², കാരണം നമ്മുടെ സ്ക്വയർ ഉണ്ട്. ഇനി ഇവിടെ MGH, മാസിന്റെ എം. ഇവിടെ ജി ആരാ? ഹൈഡ്രോളിക് ലിഫ്റ്റിൽ മുകളിൽ കയറ്റി വെച്ചു, പൊട്ടൻഷ്യൽ എനർജി ഇവനുണ്ടായി. താഴെ ആര് പിടിച്ച് വലിക്കുന്നുണ്ട് ഇവനെ? യെസ്, ഗ്രാവിറ്റി. ഗ്രാവിറ്റി പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൽ ആക്സിലറേഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, LT⁻² ഇൻറ്റു L. ഓക്കെ, ഇവിടെ എങ്ങനെ LT⁻² എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. പിന്നെ L എങ്ങനെ വന്നു ചോദിച്ചാൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് H ഡിസ്റ്റൻസിൽ ഞാൻ മുകളിലേക്ക് വെച്ചു. H ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? യെസ്, അതുകൊണ്ട് L. ഓക്കെ, ഇനി എം. ഇനി ഈ സ്ക്വയറിനെ ഞാൻ ഉള്ളിലേക്ക് എടുത്താൽ L²T⁻² എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ എം, L × L, L²T⁻². ഇവന് ML²T⁻², ഇവന് ML²T⁻². ഇതെന്ത് പ്രതിഭാസം? യെസ്, ദിസ് ഈസ് നോൺ ആസ് ഡയമെൻഷണൽ കറക്ഷൻ ഓർ ഡയമെൻഷൻ ഈക്വാലിറ്റി. കറക്ഷൻ അല്ല, ഡയമെൻഷൻ ഈക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി നമ്മളിത് പഠിച്ചു, പക്ഷേ ഒരു പ്രിൻസിപ്പിൾ കാരണമാണ് ഇത് പോസിബിൾ ആവുന്നത്. ഓക്കെ, ആ പ്രിൻസിപ്പിളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. That principle is famously known as the principle of homogeneity. What is homogeneity? What? Homogeneity. This is a very, very important topic that is frequently asked in our final exam. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ്. ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്കിന് ചോദ്യം വരാം, 3 മാർക്കിന് ചോദ്യം വരാം, 4 മാർക്കിന് ചോദ്യം വരാം, അല്ലെങ്കിൽ 5 6 മാർക്കിന് ചോദ്യം വരാം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ബാക്കിയൊന്നും പഠിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സാം ടൈമിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഈ കാർ, പിന്നെ ഈ ഒരു സാധനം, ഇതിപ്പോൾ വെയിങ് മെഷീൻ അല്ല, ഇത് ഡസ്റ്റർ ആണ്. ഓക്കെ, ഈ കാറിന്റെ വെയിറ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് എത്രയായിരുന്നു? യെസ്, ഞാൻ 20 എന്ന് എടുക്കുന്നത് ഒരു N കിലോഗ്രാം ആണ്. പ്ലസ് ഈ ഒരു ഡസ്റ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു N മീറ്റർ ആണ്. N മീറ്റർ അല്ലെങ്കിൽ വേണ്ട N സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തു. ഇസ് ഈക്വൽ ടു
ഇതെന്താണ്? എന്തെങ്കിലും വല്ല ഐഡിയ? യെസ്, കാറിന്റെ വെയിറ്റും ഈ ഡസ്റ്ററിന്റെ ലെങ്ത്തും ഒരു ബന്ധവുമില്ലല്ലോ. അപ്പൊ ഇതിന് വല്ല ആൻസർ കിട്ടുമോ? നെവർ. ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി പറയുന്നത്. അതായത് രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എടുക്കുകയാണെങ്കിൽ അവരുടെ SI യൂണിറ്റ് അല്ലെങ്കിൽ അവരുടെ ഡയമെൻഷൻ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കണം. ഓക്കെ, അവരുടെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഞാനിപ്പോൾ ഈ കാറിന്റെ വെയിറ്റും ഈ ഡസ്റ്ററിന്റെ വെയിറ്റും ഞാൻ കൂട്ടുകയാണെങ്കിൽ എനിക്കൊരു ആൻസർ കിട്ടും. കാരണം അത് 2 കിലോഗ്രാമിലാണ്. ഓക്കെ, പക്ഷേ ഞാൻ ഈ ഡസ്റ്ററിന്റെയും കാറിന്റെയും ലെങ്ത്തും വെയിറ്റും കൂടി നോക്കുകയാണെങ്കിൽ എനിക്കൊരു ആൻസർ കിട്ടില്ല. ഓക്കെ, ഇനി ഈ ഒരു പ്രിൻസിപ്പിളിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു വാക്കുണ്ട്, ഹോമോ. വാട്ട് ഈസ് ഹോമോ? നമ്മൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും ഹോമോജീനസ് മിക്സ്ചർ, ഹെട്രോജീനസ് മിക്സ്ചർ. ഹെട്രോജീനസ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ആൾക്കാരുള്ളത്. ഹോമോജീനസ് പറഞ്ഞാൽ ഒരേ ആൾക്കാർ. ഇവിടെ എങ്ങനെ അത് അപ്ലൈ ചെയ്യാം? യെസ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് അതുകൊണ്ട് കിട്ടില്ല. പക്ഷേ ഞാൻ NKG പ്ലസ് MKG എന്ന് കൊടുത്താലോ? യെസ്, I have N plus M kg. Yes. Homo. This is hetero, this is homo. Hetero പറഞ്ഞാൽ kgയും സെന്റിമീറ്ററും വേറെ വേറെ ആൾക്കാർ. ഹോമോ പറഞ്ഞാൽ kgയും ഒരേ ആൾക്കാർ. hetero ആണെങ്കിൽ എനിക്ക് ആൻസർ കിട്ടില്ല, ഹോമോ ആണെങ്കിൽ എനിക്കൊരു ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇതൊന്നും പഠിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞാലോ? യെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് when two physical quantities are added or subtracted, their dimensions should be equal. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇത് എപ്പോഴും പരീക്ഷയിൽ ചോദിച്ചു കാണുന്ന ഒരു ഇത് തന്നെയാണ്, ഏത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റിയുടെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? യെസ്, applications of principle of homogeneity. Yes, application. First application, to check the equality. Sorry. To check the equation is dimensionally correct. To find dimensions of physical quantities. പിന്നെ അതേപോലെ തന്നെ to derive equations. പിന്നെ അതേപോലെ തന്നെ യൂണിറ്റ് കൺവേർഷൻ. ഈ 4 ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ മെയിനായി പഠിക്കേണ്ടത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ടു ചെക്ക് ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട്. Second, to find the dimension of a physical quantity from an equation. Next, to derive equations using dimensions. And ഇപ്പോൾ ഒരു മീറ്ററിൽ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ യൂണിറ്റ് കൺവേർഷൻ നടത്തണമെങ്കിൽ ഇത് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇതൊരു അപ്ലിക്കേഷൻ ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഡയമെൻഷനലി ഈക്വൽ ആണോ എന്ന് നമ്മൾ ഒരു ഇക്വേഷനെ നോക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി പറയാൻ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഹാഫ് mv² = mgh ഡയമെൻഷനൽ ഈക്വൽ ആണെന്ന് നമ്മൾ നോക്കി.
അതേപോലെ തന്നെ നമ്മൾ ഒരു ചോദ്യം കൂടി ചെയ്യാൻ പോകും. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. യെസ്, അപ്പോൾ നമുക്ക് യെസ് നോക്കാം. ഫോഴ്സ് is equal to mv square by r. ഇത് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷനാണ്. അത് ഇനി നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും, പ്ലസ് വണ്ണിലത്തെ തന്നെ. അപ്പോൾ ഇത് ഡയമെൻഷൻ ഈക്വൽ ആണെന്ന് നോക്കിയാലോ. നോക്കാം. ഫോഴ്സ് പറഞ്ഞാൽ എം എ ആണ്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m × L_T⁻². ഓക്കെ, ഇതൊക്കെ പഠിക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, യെസ്. അപ്പോൾ mL_T⁻². ഇതേ ഡയമെൻഷനെ എനിക്ക് എവിടെയും കിട്ടണം, അത് പറയുള്ളൂ. അത്രയാണ് നമുക്ക് ഇത് ചെയ്യാൻ. അപ്പോൾ വേഗം ചെയ്യാം. എമ്മിന്റെ ഡയമെൻഷൻ m, മാസിന്റെ ഡയമെൻഷൻ m, വെലോസിറ്റിയുടെ ഡയമെൻഷൻ L_T⁻², കാരണം സ്ക്വയർ ഉണ്ട്, ഡിവൈഡ് ബൈ റേഡിയസ്, ഒരു ലെങ്ത് ആണ്, അതുകൊണ്ട് L എന്ന് കൊടുത്തു. ഇനി ഇവിടെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്താ അവിടെ ചെയ്യാം? യെസ്, ഇവിടെ ഞാൻ കൊടുത്തു m, ഇവിടെ ആക്സിലറേഷൻ അല്ലേ. പോട്ടെ, നമുക്ക് ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, F = mv²/r. അപ്പോൾ ഫോഴ്സിന്റെ പറയുന്നത് ma ആണ്. ഫോഴ്സിന്റെ ma ആണ്. അപ്പോൾ ma = mv²/r. ഓക്കെ, ഇനി ഞാൻ ഇതിനു വേണ്ടി യെസ്, ഞാൻ ഈ m രണ്ടും കട്ട് ചെയ്തു. ഇനി എന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L_T⁻². ഓക്കെ, is equal to v ന്റെ L_T⁻1 the whole square, L²T⁻² അല്ലേ. അപ്പോൾ L²T⁻² ഡിവൈഡഡ് ബൈ L എന്ന് കൊടുത്തു. ഇവിടെ ബോക്സ് വരച്ചു. ഇനി സാധനം ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. അപ്പോൾ എന്ത് വരും? L_T⁻² is equal to, ഇനി ഇവിടെ L² മുകളിലുണ്ട്, L ഞാൻ മുകളിൽ കയറുമ്പോൾ L⁻1 ആവും. 2 - 1 L⁻1 L, ഇവിടെ മുകളിൽ T⁻², അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ കറക്റ്റ് അല്ലേ? അതെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയിൽ പഠിക്കാൻ. അടുത്തത് വളരെ ഭീകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, പക്ഷെ സിമ്പിളാണ്. ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. കുറച്ച് ഫിസിക്കൽ ഒരു ക്വാണ്ടിറ്റി മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രത്യേകതരം ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ എപ്പോഴും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമേ എൻ്റെ ചാനൽ ഡെവലപ്മെന്റ് ഉണ്ടാകൂ. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കണ്ടു, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഞാൻ വളരെയധികം കണ്ടു. നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരേക്കും താങ്ക് യു.